ഹലോ ഗൈസ്, ബാക്ക് ടു ചെന്നൈ. ഇന്ന് കേരളത്തിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനായിട്ട് സാധനം മേടിക്കാൻ കടയിൽ പോയിട്ട് വരാം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കൃഷയുണ്ട്. ഇതാണ് കൃഷ ആതിര. ശ്രീലങ്കയിൽ അഴിഞ്ഞടിക്കൊണ്ടിരിക്കുന്ന ഡിറ്റ സൈക്കിൾ ഉണ്ട്. അടുത്ത ലക്ഷം ചെന്നൈയാണെന്നൊക്കെ അറിയപ്പെടും. അതിന്റെയാണ് ഈ മഴക്കോളൊക്കെ. ഞങ്ങൾ രണ്ടുപേരും ഓരോ കഥകളൊക്കെ പറഞ്ഞ് വേഗം പോവാണ്. കാരണം അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിൽ കയറണം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ഈ ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെ. ആദ്യം ഈ ബേക്കറി വന്നിട്ട് പ്ലം കേക്കിന്റെ പൊടി 2 പാക്കറ്റ് വാങ്ങിച്ചു. അത് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. സംഭവം നല്ല ടേസ്റ്റുമാണ്. മഴക്കാലം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. പിന്നെ ബൺ മസ്ക ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. എന്നിട്ട് ഒരു മിൽക്ക് മെയ്ഡും ബണ്ണും ബട്ടറും വാങ്ങി. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി. കൂട്ടത്തിൽ നല്ല കാറ്റും ഉണ്ട്. പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ പരിപാടി തുടങ്ങി. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോ നാട്ടിൽ പോയപ്പോ പുറത്തുനിന്ന് 1-2 വട്ടം ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റി. ഇതിലിനി എക്സ്ട്രാ വാനില എസൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ബണ്ണൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളു പണി കഴിഞ്ഞു. ഇവിടെ ചെന്നൈയിൽ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ കേട്ടിട്ടില്ല, ഞാനോട് കണ്ടിട്ടുമില്ല. ഒരുപക്ഷെ അറിയപ്പെട്ട് വരുന്നതേ ഉള്ളായിരിക്കും. ഇനി മുന്നേ റെഡിയാക്കി വെച്ചിരുന്ന ക്രീം ബണ്ണിന്റെ 2 സൈഡും പുറവും തേച്ചു കൊടുക്കും. ഇതിന്റെ കോമ്പിനേഷൻ ഇറാനി ചായ ഒക്കെയാണ്, പക്ഷെ അത് നമുക്കറിയാത്തോണ്ട് സാധാ ഒരു ചായയുടെ. പുറത്ത് മഴ ദേ ഇപ്പൊ പേന്ന് പറഞ്ഞ് നിപ്പുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തിരുന്ന് തന്നെ കഴിക്കാം. ആ ചായയിലൊന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കി. സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മീഡിയം സ്വീറ്റ് ഒക്കെ ഉള്ളൂ. ഇത് കഴിക്കുമ്പോൾ ക്രീം ബണ്ണാണ് ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷെ എന്തോ ക്രീം ബണ്ണിനെക്കാട്ടിലും ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത കൃഷയുടെ അഭിപ്രായം ചോദിക്കാം. കൃഷമാ, ഇത് സാപ്പിട്ട് പാത്തിട്ട് ഇത് എവിടെ ഇരിക്കും ചൊല്ല്. സൂപ്പറാ ഇருக்கு. അങ്ങനെ അതും കഴിച്ചോണ്ടിരുന്നു. അപ്പൊ താഴെ വീട്ടിലെ നമ്മുടെ ഹൗസാണ് കുറച്ച് ബജ്ജിയും ഉണ്ടാക്കിയത്. അപ്പൊ ഇനിയിപ്പോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.